ഓം ശാന്തി. ബാബ പറയുന്നു, നിരന്തരം ഒരു ബാബയെ ഓർമ്മിക്കൂ. ബുദ്ധിയോഗം ഒരു ബാബയോട് ചേർക്കൂ. ഇതാണ് ആത്മീയ യാത്ര. ഞാൻ ആത്മസ്മൃതിയിൽ സ്ഥിതി ചെയ്ത് പരമാത്മ ശിവബാബയെ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. എൻ്റെ ബുദ്ധിയോഗം ഒരു പരമധാമ നിവാസി ശിവബാബയോട് ചേർക്കുന്നു. പ്രിയ ബാബ, അങ്ങ് പാരലൗകിക പരംപിത പരമാത്മാവാണ്. മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ്. സത്യമാണ്, ചൈതന്യമാണ്, ആനന്ദസാഗരമാണ്, ജ്ഞാനസാഗരമാണ്, പവിത്രതയുടെ സാഗരമാണ്. മധുരമായ ബാബ, അങ്ങ് അനാദിയാണ്, അവിനാശിയാണ്, അൺലിമിറ്റഡ് ആണ്, എവർ പ്യുവർ ആണ്. ബാബ, അങ്ങ് വ്യാപാരിയാണ്. എൻ്റെ അടുത്ത് പഴയതെന്തെല്ലാമോ ഉള്ളത് മുഴുവൻ അങ്ങെടുത്ത് എനിക്ക് പുതിയത് നൽകുന്നു. ബാബ, അങ്ങ് വ്യാപാരിയുമാണ്, ജാലവിദ്യക്കാരനുമാണ്. മുഴുവൻ ലോകത്തെയും പതിതത്തിൽ നിന്നും പാവനമാക്കുന്നു, നരകത്തെ സ്വർഗമാക്കുന്നു, നരകവാസികളെ സ്വർഗവാസികളാക്കി മാറ്റുന്നു. ബാബ എന്നെ പവിത്രമാക്കുന്നു, പാവനമാക്കുന്നു, രാജാക്കന്മാരുടെയും രാജാവാക്കുന്നു. എനിക്കു വേണ്ടി സുഖമയ അഖണ്ഡ രാജ്യത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നു. ബാബ, അങ്ങ് നിഷ്കാമിയാണ്, സർവർക്കും സദാ നൽകുന്ന ദാതാവാണ്. പ്രിയ ബാബ, അങ്ങ് അഖോട്ട് ഖജാന നൽകുന്ന ഭോലാനാഥനാണ്. അങ്ങയുടേതായതിനു ശേഷം പ്രാപ്തി തന്നെയാണ്. പ്രാണന്റെയും പ്രാണനായ ബാബ, അങ്ങ് പ്രാണേശ്വരനാണ്. ഞാൻ നിരന്തരം ബാബയെ ഓർമ്മിച്ച് ബുദ്ധിയോഗം ഒരു ബാബയോട് ചേർത്ത് നിരന്തരം ഓർമ്മയുടെ യാത്രയിലിരിക്കുന്നു. ഓർമ്മയിലിരിക്കുന്നവരിൽ നല്ല ഗുണമുണ്ടാകുന്നു, പവിത്രമായിക്കൊണ്ടിരിക്കുന്നു. രാജകീയത വന്നുകൊണ്ടിരിക്കുന്നു. പരസ്പരം പാലുപോലുള്ള സ്വഭാവമായിരിക്കുന്നു. ഞാൻ സ്വയത്തെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആര് ചെയ്യുന്നുവോ അവർ നേടും എന്ന കാര്യം ഓർമ്മിക്കുന്നു.
പദവിയുടെ ആധാരം പഠിത്തമാണ്. പഴയ ഭക്തർ നന്നായി പഠിക്കുന്നു, ഉയർന്ന പദവി നേടുന്നു. വിശ്വത്തിൽ ശാന്തി സ്ഥാപന ചെയ്യുന്നതിന് നിമിത്തമായി മാറിയിരിക്കുന്ന കുട്ടികൾക്ക് ബാബ വിശ്വത്തിൻ്റെ രാജ്യഭാഗ്യം സമ്മാനമായി നൽകുന്നു. അകത്തും പുറത്തും സത്യതയുണ്ടായിരിക്കണം. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. ഞാൻ സ്വയം ചെക്ക് ചെയ്യുന്നു, എന്നിൽ ആസുരീയ ഗുണങ്ങളൊന്നുമില്ലല്ലോ എന്ന്. ജ്ഞാനത്തിലൂടെയും യോഗത്തിലൂടെയും സ്വയത്തെ വളരെ ഉയർന്നതാക്കി മാറ്റുന്നു. പുതിയ ലോകത്തിൻ്റെ സ്ഥാപനയും പഴയ ലോകത്തിൻ്റെ വിനാശത്തിൻ്റെ കർത്തവ്യവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ദേഹാഭിമാനത്തിൽ കുടുങ്ങാതെ ജാഗ്രതയോടെ മായയുടെ യുദ്ധത്തിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു. ജ്ഞാനത്തിലൂടെ പ്രാപ്തിയുണ്ടാകുന്നു. ഇപ്പോൾ ബുദ്ധിയിൽ ചക്രത്തിൻ്റെ ജ്ഞാനമുണ്ട്. ഞാൻ സ്വർഗത്തിലേക്ക് പോകും. പിന്നീട് 84 ജന്മങ്ങളെടുത്ത് നരകത്തിലെത്തും. ഈ ഡ്രാമ അനാദിയായി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. മുഖ്യമായ കാര്യമാണ് ബാബയെ ഓർമ്മിക്കൂ, അപ്പോൾ പാവനമായി മാറാം. എല്ലാവരോടും പറയണം, ദേഹാഭിമാനം ഉപേക്ഷിച്ച് ദേഹി അഭിമാനിയാകൂ. പഠിപ്പ് തന്നെയാണ് എനിക്ക് വേണ്ടി വലിയ ഉത്സവം. അതിലൂടെ വളരെയധികം സമ്പാദ്യമുണ്ടാകുന്നു. രാവണ രാജ്യത്തിൽ ഒരുപാട് ഉപദ്രവമുണ്ടാകുന്നു. ഇപ്പോൾ തമോ പ്രധാനമാണ്. ബാബ പറയുന്നു, ഈ പഴയ ലോകത്തെ മറന്ന് ഏകാന്തരായി മാറൂ. വീടിനെ ഓർമ്മിക്കൂ, സുഖധാമത്തെ ഓർമ്മിക്കൂ. ഞാൻ വളരെ മധുരമായും ശാന്തമായും സ്നേഹത്തോടെയും സംസാരിക്കുന്നു. ശാന്തിയിലൂടെ വിജയം നേടുന്നു. ഒരേ ഒരു ബാബയോട് മാത്രം പ്രീതി വയ്ക്കുന്നു. എത്ര ആഗ്രഹിക്കുന്നുവോ അത്രയും സമ്പത്ത് പഠിപ്പിലൂടെ എടുക്കുന്നു. ഞാൻ സത്യതയിലൂടെ നടക്കുന്നു. സത്യമായ ബാബ സത്യമാക്കി മാറ്റുന്നതിന് വന്നിരിക്കുകയാണ്. ഞാൻ മുരളിയിൽ പൂർണ്ണ ശ്രദ്ധ വയ്ക്കുന്നു. ദിവസവും മുരളി പഠിക്കുന്നു. തൻ്റെയും മറ്റുള്ളവരുടെയും മംഗളം ചെയ്യുന്നു. ടീച്ചർ ഏത് ജോലിയാണോ നൽകിയിരിക്കുന്നത് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാബ വരദാനം നൽകിയിരിക്കുന്നു, തീവ്ര പുരുഷാർത്ഥിയായി ഭവിക്കൂ എന്ന്. ഞാൻ ഹോളി എന്ന ശബ്ദത്തിൻ്റെ അർത്ഥത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന്
പുരുഷാർത്ഥത്തിൻ്റെ വേഗതയെ വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞു പോയതിന് വിട്ട് മുന്നോട്ടു പോകുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ചിന്തനത്തിൽ കൊണ്ടുവരുന്നില്ല, മനസ്സിൽ സൂക്ഷിക്കില്ല, ഒരിക്കലും വർണ്ണിക്കില്ല. അപ്പോൾ തീവ്ര പുരുഷാർത്ഥിയാകുന്നു. ഓർമ്മയുടെ സഹജമായ സാധനയാണ് സ്നേഹം. അതിനാൽ സദാ സ്നേഹിയായിരിക്കൂ, സ്നേഹിയാക്കി മാറ്റൂ. ഓം ശാന്തി.